പ്രവർത്തനം 1ഉം 2ഉം ചെയ്തു നോക്കിയല്ലോ. പ്രവർത്തനം 3. ട്രാക്ക് തെറ്റിയാൽ, കാർ ട്രാക്കിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ ഗെയിം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൂടി സ്ക്രിപ്റ്റ് ഏരിയയിൽ തയ്യാറാക്കണം. തുടർന്ന് കാറിൻ്റെ സ്ഥാനം തുടക്കത്തിലേതുപോലെ ക്രമീകരിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി സ്ക്രിപ്റ്റ് ഏരിയയിൽ തയ്യാറാക്കണം. പ്രവർത്തനം 3 ഒന്ന് ചെയ്തു നോക്കിയാലോ. പ്രവർത്തനം 1ലും 2ലും കൂടി നാം തയ്യാറാക്കിയ രൂപവും അതിൻ്റെ സ്ക്രിപ്റ്റുകളും ആണ് നിങ്ങൾ കാണുന്നത്. ഇനി കാർ ട്രാക്കിൽ നിന്ന് തെറ്റുകയാണെങ്കിൽ ഗെയിം അവസാനിപ്പിക്കുന്നതിനുള്ള സ്ക്രിപ്റ്റും കൂടി നമ്മൾ ഇതിൽ ചേർക്കണം. എങ്ങനെയാണ് കാർ ട്രാക്കിൽ നിന്ന് മാറുമ്പോൾ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ അത് മനസ്സിലാക്കുക? അതിന് സെൻസിങ് ബ്ലോക്കിലെ കളർ സെൻസിങ് എന്ന് പറയുന്ന കോഡ് സെഗ്മെൻറ്റ് ഉപയോഗിക്കാം. കളർ A is touching another color B. ഈ രീതിയിലുള്ള കോഡിൽ കളർ കാറിൻ്റെ മധ്യഭാഗത്തുള്ള കറുപ്പ് നിറം ട്രാക്കിലെ പച്ച നിറവുമായി തൊടുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ കാർ ട്രാക്കിലെത്തി എന്നുദ്ദേശിക്കാമല്ലോ. അതിനുവേണ്ടി ഒന്നാമത്തെ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത്, അപ്പോൾ മൗസ് പോയിൻ്റർ ഒരു ഐ ഡ്രോപ്പർ രൂപത്തിലേക്കായി മാറിയിട്ടുണ്ടാവും. അത് കൊണ്ടുവന്ന് കാറിലെ മധ്യഭാഗത്തുള്ള കറുപ്പ് നിറത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഈസ് ടച്ചിങ് ആ കളർ ബോക്സിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്ത് വീണ്ടും ഐ ഡ്രോപ്പറായി മാറിയിട്ടുണ്ട്. ട്രാക്കിലെ പച്ച നിറത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊരു കണ്ടീഷനിൽ ഉൾപ്പെടുത്തേണ്ടതുകൊണ്ട് കൺട്രോളിലെ ഈഫ് ഒരിക്കൽ കൂടി എടുക്കുക. ഈഫിൻ്റെ കണ്ടീഷൻ ഭാഗത്ത് കളർ സെൻസിങ് കണ്ടീഷൻ ചേർക്കുക. ഇപ്പോൾ കാറിൻ്റെ മധ്യഭാഗത്തുള്ള കറുപ്പ് നിറം ട്രാക്കിലെ പച്ച നിറത്തിൽ തൊട്ടാൽ എന്നായിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ കാറ് അവിടെ നിന്ന് അപ്രത്യക്ഷമാകണം. അപ്രത്യക്ഷമാവാനുള്ള കളർ സെഗ്മെൻറ്റ് ലുക്സിലാണുള്ളത്. ലുക്സിൻ്റെ ബ്ലോക്ക് ഓപ്പൺ ചെയ്യുക. തുടർന്ന് അവിടെ നിന്ന് ഹൈഡ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഈഫിൻ്റെ ബ്ലോക്കിൽ ചേർക്കുക. തുടർന്ന് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കാർ പ്രത്യക്ഷപ്പെടണം. അപ്പോൾ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാനുള്ള നിർദ്ദേശത്തിന് വേണ്ടി കൺട്രോൾ ബ്ലോക്കിൽ വീണ്ടും പോവുക. അവിടെ വെയിറ്റ് 1 സെക്കൻഡ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മൾ വലിച്ചിടുന്നു. 1 എന്നുള്ളതിന് പകരം 2 സെക്കൻഡ് ആക്കുന്നു. തുടർന്ന് വീണ്ടും ലുക്സിൽ പോയി കാറിനെ വീണ്ടും കാണാൻ വേണ്ടി ഷോ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ആ വെയിറ്റ് 2 സെക്കൻഡ്സിൻ്റെ അടിയിൽ ചേർത്തു. തുടർന്ന് കാറിനെ പൂർവ്വസ്ഥിതിയിൽ ആക്കേണ്ടതുകൊണ്ട് ഗോ ടു എന്ന് പറയുന്ന ഒരു കോഡ് സെഗ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. അത് മോഷൻ ബ്ലോക്കിനാണുള്ളത്. ഗോ ടു XY എന്നുള്ള രീതിയിലുള്ള ബ്ലോക്ക് നമ്മളിവിടെ ചേർക്കുന്നു. ഷോയുടെ അടിയിൽ ചേർക്കുന്നു. അവിടെ കാറിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. X0 Y -119 എന്നാണ് കാണുന്നത്. അതുകൊണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് 0യും വൈയുടെ സ്ഥാനത്ത് -119 ചേർക്കുന്നു. അതിനുശേഷം ഡയറക്ഷൻ എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. 90 ഡിഗ്രിയാണുള്ളത്. ആ 90 ഡിഗ്രി കൂടി നമ്മൾക്കിവിടെ ഉൾപ്പെടുത്തണം. അതിന് കൺട്രോൾ ബ്ലോക്കിലെ പോയിൻ്റ് ഇൻ ഡയറക്ഷൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഉപയോഗിക്കാം. ഗോ ടു എന്ന് പറയുന്ന സെഗ്മെൻറ്റിൻ്റെ അടിയിലായി പ്രിൻറ്റ് ഇൻ ഡയറക്ഷൻ 90 എന്ന് കാണാം. ആ കോംബോ ബോക്സ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ 4 തരത്തിലുള്ള ഡയറക്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്കാണ്, -90 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റാണ്, 0 അപ്പാണ്, 180 ഡൗൺ ആണ്. അതിൽ നമ്മൾ കാർ വലത്തോട്ടാണ് തിരിഞ്ഞ് നിൽക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് 90 ചേർക്കുന്നു. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ കോഡ് സെഗ്മെൻറ്റുകളും ചേർത്ത് കഴിഞ്ഞു. ഇതൊന്നിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈഫ് കളർ ബ്ലാക്ക്, കാറിൻ്റെ മധ്യഭാഗത്തുള്ള ബ്ലാക്ക് കളർ ഈസ് ടച്ചിങ് ഗ്രീൻ കളർ, ട്രാക്കിൻ്റെ ഗ്രീൻ കളറാണ്.
അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കാറ് ഹൈഡാവും. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷം വീണ്ടും കാണും. കണ്ട ഉടനെ അത് ഗോ ടു XY എന്നുള്ള സെഗ്മെൻറ്റിലൂടെ 0 - 119, അതായത് കാർ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെത്തും. ആ കാർ നിൽക്കുമ്പോൾ പോയിൻ്റ് ഇൻ ഡയറക്ഷൻ 90 വലത്തോട്ട് തിരിഞ്ഞ് നിൽക്കും. എല്ലാ കോഡുകളും റെഡി ആയിട്ടുണ്ട്. ഈ കോഡ് കൂടി നമ്മൾ ആ ഫോർ ലൂപ്പിലേക്ക് വലിച്ചിടുന്നു. ഇതോടെ നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനം അവസാനിക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. കോഡ് സെഗ്മെൻ്റ് എല്ലാം ആക്റ്റീവായി. മുന്നോട്ടുള്ള ആരോ കീ അമർത്തും കാർ മുന്നോട്ട് ചലിക്കുന്നു. ബാക്കോട്ടുള്ള ആരോ അമർത്തിയും കാർ പിന്നിലേക്ക് ചലിക്കുന്നു. വലത്തോട്ടുള്ള ആരോ കീ അമർത്തിയപ്പോൾ കാർ വലത്തോട്ടും, ലെഫ്റ്റ് ആരോ അമർത്തിയപ്പോൾ കാർ ഇടത്തോട്ടും സഞ്ചരിക്കുന്നുണ്ട്. എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ കാർ ട്രാക്കിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ ഉടനെ കാർ അപ്രത്യക്ഷമായി. 2 സെക്കൻഡിന് ശേഷം കാർ വീണ്ടും തിരിച്ച് പൂർവ്വസ്ഥാനത്ത് എത്തിച്ചേർന്നു. കോഡുകളെല്ലാം വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു. ഇതോടെ മൂന്നാമത്തെ പ്രവർത്തനം നാം ഭംഗിയായി ചെയ്തു കഴിഞ്ഞു.